ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്ന് ഫൈനൽ ചെക്കപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ക്ലിനിക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നാണ് നമ്മളോട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു ദിവസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നലെ തൊട്ട് എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ബ്ലഡിൻ്റെ ഡിസ്ചാർജ് ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓവർ ബ്ലീഡിംഗ് ഒന്നുമല്ല, ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ ക്ലിനിക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ക്ലിനിക്കിലേക്ക് എത്തി വേഗം തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഡോക്ടറെ കയറി കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഡോക്ടറോട് കാര്യമൊക്കെ പറഞ്ഞു. സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇന്ന് അഡ്മിഷൻ ആക്കാം, നമുക്ക് ഇന്നലെ അഡ്മിറ്റ് ചെയ്തിട്ട് നാളേക്ക് നോക്കാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഡോക്ടറെ കണ്ടിറങ്ങി. കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ അവിടെ തന്നെ ചെയ്ത് പിന്നെ എനിക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ അവിടുത്തെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് അത് കൊണ്ടുപോയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പിന്നെ അവിടെ നേരെ വീട്ടിൽ കാണിട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീട്ടിൽ വന്നു. ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. ഓൾറെഡി ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ കാരണം പിന്നെ വേറെ പണിയൊന്നുമില്ല. ഫുഡൊക്കെ കഴിച്ചു നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ആയത് കാരണം വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. പിന്നെ അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടിട്ട് അവിടെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ടല്ലോ. മെയിനായിട്ട് നമ്മൾ അഡ്മിഷന് വേണ്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ കുറച്ച് നേരം കാഷ്വാലിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ടാഗും കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് നേരം കാഷ്വാലിറ്റിയിൽ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു. അതിന് ശേഷം നമുക്ക് റൂം റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും തന്നെ പൊന്നൂസ് അവിടെ ഇരുന്ന് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ പിന്നെ നമ്മൾ റൂമിലേക്ക് വന്നു. ഇന്ന് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഫുൾ റെസ്റ്റാണ് ഇവിടെ. നാളെയാണ് നമുക്ക് ഇങ്ങനെ രാവിലെ എനിമ തരാം. അതിന് ശേഷം നോക്കിയിട്ടൊക്കെ പെയിനുള്ള മരുന്ന് എന്തായാലും ചെയ്യും, അത് നോക്കിയിട്ട് രാവിലെ ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റൂമിൽ വന്ന് സെറ്റായി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ പൊന്നൂസ് ഉറങ്ങി എണീക്കുന്നതിന് മുന്നേ തന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നാളത്തെ കാര്യത്തിൻ്റെ ഒരു ടെൻഷനിലിരിക്കാം കേട്ടോ. അപ്പോൾ ഒരു ടെൻഷനും ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയായി, പിന്നെ ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, അങ്ങനത്തെ പരിപാടികളാണ്. ഇന്ന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് നാളത്തെ ടെൻഷൻ മാത്രമായിരുന്നു കേട്ടോ ഗൈസ് എൻ്റെ മനസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടിയപ്പമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ഇടിയപ്പം കറിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൊന്നൂസിന് ഞാൻ തന്നെ വാരി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാരി കൊടുക്കാണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പൊന്നൂസിനെ മേലൊക്കെ കഴിച്ച് കിടത്താനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് തന്നെ കുളിച്ചൊക്കെ കിടന്നാൽ മതി, നാളെ പുലർച്ചെ നമുക്ക് ലേബർ റൂമിലേക്ക് മാറണം, ഇവിടെ നിന്ന് എനിമ തന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നൈറ്റ് തന്നെ കുളിച്ച് സെറ്റായിട്ടൊക്കെ വേണ്ട കിടന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കിടന്നു, ഞാനും കിടന്നു. പക്ഷേ എനിക്ക് ഉറക്കം വരാണ്ട് ഞാൻ എണീറ്റിരിക്കുകയായിരുന്നിട്ട് നാളത്തെ കാര്യം ഓർത്തിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരും കേട്ടോ. അതുവരേക്കും ബൈ.